പിന്നെ ഞാൻ പരാതി കൊടുത്തു എന്ന് പറയുന്നു. പരാതി കൊടുത്തുള്ള കാര്യം നിങ്ങളോട് ഞാൻ പറഞ്ഞു. പരാതി കൊടുത്തു. ഞാൻ എൻ്റെ ഓണറിനോട് പറഞ്ഞു. വെറുതെ ആ പയ്യൻ്റെ പേരും പറഞ്ഞ് ഇവിടെയുള്ള ഇങ്ങനെയുള്ള എന്താണ് ആ ഡിവോഴ്സായ സ്ത്രീയും അവരുടെ മോളും പിന്നെ ഈ ഡിവോഴ്സായ സ്ത്രീകളെല്ലാവരും കൂടി ചേർന്ന് എന്നെ അവരുടെ പേരും പറഞ്ഞ് പിന്നെ ആ ഒരു പയ്യൻ്റെ പേരും പറഞ്ഞ് എന്നെ ടോർച്ചർ എന്നെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് ഞാൻ എന്താണ് പിന്നെ പരാതി കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് പരാതി കൊടുത്തതിന് മുന്നേ ഞാനൊരു കാര്യം പറയാം. ഇവിടെ അപ്പം ഈ പരാതി കൊടുത്തു. അത് കഴിഞ്ഞിട്ട് എന്നെ ഒരു മാസം കഴിഞ്ഞിട്ട് ഈ ഒരു പിന്നെ എന്താണ് മാനേജറും അവിടെ ഇരിക്കുന്ന ഡയറക്ടർ എന്ന് പറയുന്ന ഒരാൾ, ഡയറക്ടർ എന്ന് പറയുന്നത് ഒരു മലയാളിയാണ് എന്നൊരു കാര്യം ആലോചിക്കണം. പറയുന്ന ഒരാളും എന്നെ വിളിച്ചിട്ട് ഫസ്റ്റ് പറഞ്ഞത് ഇവിടെ UK ഹഗ്ഗിങ് എന്ന് പറയുന്നത് മോശമായിട്ട് സംഭവമല്ല. UK ഹഗ്ഗിങ് എന്ന് പറയുന്നത് മോശമായിട്ടുള്ള സംഭവമല്ല. പക്ഷേ മറ്റുള്ളവരുടെ അനുവാദമില്ലാതെ അവരെ ഹഗ് ചെയ്യുന്നത് മോശമായിട്ടുള്ള സംഭവമാണ്. അവരെ നിർബന്ധിച്ച് ഒരു വ്യക്തിനെ നിർബന്ധിച്ച് അവരെ അടുത്ത് പിടിച്ചിരുത്തുന്നതും അബ്യൂസീവായിട്ടുള്ള സംഭവം തന്നെയാണ്. അത് ഈ ഡയറക്ടർ എന്ന് പറയുന്ന ആൾക്ക് എന്താ മനസ്സിലായില്ലേ? ഇത്രയും വലുതായിട്ട് ഒരു കെയർ ഹോമിൻ്റെ നോമിനേറ്റഡ് ഇൻഡിവിജ്വലാണ് പുള്ളിക്കാരൻ. ഒരു കെയർ ഹോമിൻ്റെ CQC അല്ലെങ്കിൽ ഒരു കെയർ ഹോം നന്നായിട്ട് നടത്തിക്കൊണ്ട് പോകാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യേണ്ട ഒരാളാണ്. അയാളുടെ വായിൽ നിന്ന് വരുന്ന വാക്കാണിത്, ഹഗ്ഗിങ്. പക്ഷേ അതായത് ഈ ഹഗ്ഗിങ് എന്ന് പറയുന്നൊരു സംഭവം ഞാൻ പറയാനുള്ളൊരു കാരണം എന്ന് വെച്ചാൽ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. അവിടുത്തെ മാനേജർ എന്ന് പറയുന്നത് ഈ ഒരു പുള്ളിക്കാരി എന്ന് പറയുന്നത് നേരത്തെ ഇരുന്ന ആ ലേഡിയുടെ ഒരു മിനിറ്റ് ഈ മാനേജർ എന്ന് പറയുന്ന പുള്ളിക്കാരി എന്ന് പറയുന്നത് നേരത്തെ ഇരുന്ന ആ ലേഡിയുടെ ഞാൻ പറഞ്ഞ ആ പയ്യനെ പിടിച്ചു വെച്ച ആ ലേഡിയുടെ ഭയങ്കരമായിട്ടുള്ള സുഹൃത്താണ് അതുകൊണ്ടാണ് ഇവർ ഇങ്ങനെ ആ ലേഡീനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ ശ്രമിച്ചത്. അല്ലാതെ എൻ്റെ ഭാഗത്ത് കേൾക്കാൻ വേണ്ടിയിട്ടൊന്നും അവർ ശ്രമിച്ചില്ല എന്നുള്ളതാണ് ആ ഒരു സിറ്റിങ്ങിൽ എനിക്ക് മനസ്സിലായത്. അപ്പം അവർ പറഞ്ഞതെന്ന് വെച്ചാൽ ഹഗ്ഗിങ് പിന്നെ ഒരു മോശമായിട്ട് പിന്നെ ആ ഒരു പയ്യനെന്ന് പറയുന്നത് സെക്ഷലി ആവശ്യമുള്ളൊരു പയ്യനാണ്. ആ പയ്യനെ അപ്പം അവിടെ ഉള്ള ആൾക്കാരെ ഇവർ റിക്രൂട്ട് ചെയ്യുന്നത് എന്താ സെക്ഷലി ആ പയ്യൻ്റെ സാറ്റിസ്ഫൈഡ് ആക്കാൻ വേണ്ടിയിട്ടാണോ റിക്രൂട്ട് ചെയ്യുന്നത്? ആ പയ്യന് അങ്ങനെ ഒരു വാചകം അവന് അങ്ങനെ ഒരു ചിന്തയില്ലെന്ന് എനിക്കറിയാം. കാരണം എന്ന് വെച്ചാൽ ഈ ഒരു ലേഡി ഈ ഒരു മാനേജർ അവനെ ചെന്ന് ഹഗ് ചെയ്തപ്പോൾ വെച്ചാൽ അവൻ്റെ സമ്മതമില്ല, അവനെ പിടിച്ച് ഹഗ് ചെയ്യുന്നത് ഞാൻ കണ്ടതാണ്. ഹഗ് ചെയ്തപ്പോൾ അവനെ പിടിച്ച് തള്ളിയത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് അങ്ങനെ ഒരു അങ്ങനെ ഒരു കണ്ണോടുകൂടി എല്ലാവരെയും കാണുന്ന ഒരു പയ്യനാണെങ്കിൽ ആ ഒരു പയ്യൻ അപ്പം തന്നെ ആ ലേഡീനെ ഹഗ് ചെയ്തപ്പം അങ്ങനെ ഹഗ് ചെയ്തുകൊണ്ടിരിക്കേണ്ടതായിരുന്നു. അവളെ പിടിച്ച് ആ ഒരു ലേഡിയെ പിടിച്ച് തള്ളുകയാണ് ചെയ്തത്. അപ്പം ആ ഒരു പയ്യൻ്റെ ബുദ്ധി പോലും അവിടെ ഇരിക്കുന്ന ഡയറക്ടർക്കും ആ മാനേജർക്കും ഇല്ലെന്നുള്ളതാണ്.